അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ അമ്മാ ബഅദ്. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെ, നോമ്പ് തുറക്കുന്ന സമയത്ത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ എന്തെല്ലാമായിരുന്നു, അതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ് തുറയുടെ പ്രത്യേകത ലളിതമായിരുന്നു എന്നതാണ്. ഹദീസുകളിൽ കാണാം, അവിടുന്ന് നോമ്പ് തുറന്നിരുന്നത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഫ്തിറു അലാ റുത്തബാത്തിൻ, ഈത്തപ്പഴം കൊണ്ടായിരുന്നു അവിടുന്ന് നോമ്പ് തുറന്നിരുന്നത്. ഈത്തപ്പഴം ലഭിച്ചിട്ടില്ലെങ്കിൽ ഫഅലാ തമറാത്തിൻ, കാരക്കകൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു അവിടുന്ന് നോമ്പ് തുറന്നിരുന്നത്. കാരക്കയുമില്ലെങ്കിൽ ഹസവാത്തിൻ മിമ്മായിൻ, ഏതാനും ഇറക്ക് വെള്ളം കുടിച്ചുകൊണ്ടായിരുന്നു അവിടുന്ന് നോമ്പ് തുറന്നിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വിഷയത്തിലുള്ള ചര്യ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനമായ ഒരു സംഗതി അവിടുത്തെ നോമ്പ് തുറ ലളിതമായിരുന്നു എന്നാണ്. നോമ്പ് തുറക്കുന്ന സമയത്താണെങ്കിലും നോമ്പ് തുറ കഴിഞ്ഞിട്ടുള്ള അവിടുത്തെ ഭക്ഷണ രീതികളായിരുന്നെങ്കിലും എല്ലാം ലളിതമായിരുന്നു. അമിതമായി ഭക്ഷണം കഴിക്കുന്ന രീതിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് കാലത്തും അല്ലാത്ത സന്ദർഭങ്ങളിലും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്ന് അവിടുത്തെ ചര്യ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. എന്നാൽ ഇന്ന് നോക്കൂ സഹോദരങ്ങളെ, ഇന്ന് റമദാൻ മാസം പലപ്പോഴും ഒരു തീറ്റയുടെ മാസമായി മാറുകയാണ്. നമ്മളൊക്കെ പറയാറുണ്ട് നോമ്പ് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് എന്ന്. എന്നാൽ ആ ഒരു നല്ല അവസ്ഥയെ, അതിൻ്റെ ആ ഒരു നന്മയെ അപകടത്തിലാക്കുന്ന നിലക്കുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, എണ്ണയും കൊഴുപ്പും ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന നിലക്കുള്ള ഭക്ഷണക്രമവും ആ നിലക്കുള്ള ഭക്ഷണ രീതിയുമാണ് പലപ്പോഴും പല ആളുകളും റമദാൻ മാസത്തിൽ ശീലമാക്കുന്നത്. നമ്മുടെ അടുക്കളകൾ വമ്പിച്ച നിലക്കുള്ള വിഭവങ്ങളുടെ സമാഹരണത്തിനു വേണ്ടി കോപ്പുകൂട്ടുകയായിരിക്കും പലപ്പോഴും റമദാൻ മാസത്തിൽ. മാത്രവുമല്ല, നോമ്പ് സൽക്കാരങ്ങളുടെ സ്ഥിതിയാണെങ്കിലോ മാംസവും കൊഴുപ്പും പ്രധാന ചേരുവകളായ ഭക്ഷണങ്ങൾ, കണ്ണെത്താ വിഭവങ്ങളുടെ മാസ്മരിക വലയമാണ് പലപ്പോഴും പല നോമ്പ് സൽക്കാരങ്ങളിലും ഉണ്ടാകാറുള്ളത്. അങ്ങനെ നോമ്പ് തുറന്നതിന് ശേഷം അമിതമായി ഭക്ഷണം കഴിക്കുമ്പോൾ മഗ്രിബ് നമസ്കാരം വരെ അത് കൃത്യമായി നിസ്കരിക്കാൻ കഴിയാതെ വരികയും പലപ്പോഴും ഭക്ഷണത്തിൽ മുഴുകിയതുകൊണ്ട് മഗ്രിബ് നമസ്കാരം നീണ്ടുപോകുകയും ചെയ്യുന്ന, അതിൻ്റെ വളരെ സമയം വൈകിക്കൊണ്ട് മഗ്രിബ് നമസ്കാരം നിർവഹിക്കുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ, ഈ മേഖലയിൽ നമുക്ക് മാറ്റമുണ്ടാകണം. ആവശ്യത്തിനുള്ള ഭക്ഷണമാണ് നമ്മൾ കഴിക്കേണ്ടത്. പ്രത്യേകിച്ച് സ്ത്രീ സമൂഹം റമദാൻ മാസത്തിൻ്റെ പുണ്യം നേടിയെടുക്കുന്നതിന് പകരം അടുക്കളയിൽ വിഭവങ്ങളുടെ ശേഖരണത്തിന് വേണ്ടി കിടന്ന് ആകെ പ്രയാസപ്പെടുന്ന സാഹചര്യം പലപ്പോഴും റമദാൻ മാസത്തിൽ ഉണ്ടാകാറുണ്ട്. ഈ വിഷയത്തിൽ മുസ്ലിം സമൂഹത്തിൽ കാര്യമായ മാറ്റമുണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ് തുറ ലളിതമായിരുന്നു എന്നതാണ് അവിടുത്തെ പ്രത്യേകത. അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നോമ്പ് തുറയുടെ വിഷയത്തിൽ നമുക്ക് വലിയ ഒരു മാതൃകയാണ് ഇരു ഹറമുകളിൽ നിന്നുമുള്ള നോമ്പ് തുറ ദർശിക്കുന്ന ആളുകൾക്ക് കാണാൻ കഴിയുക. ലക്ഷക്കണക്കിന് ആളുകൾ വരിവരിയായി ഇരുന്നു കൊണ്ട് ഒരു ഗ്ലാസ് സംസം വെള്ളവും ഏതാനും ഈത്തപ്പഴങ്ങളും കഴിച്ചുകൊണ്ട് നോമ്പ് തുറക്കുന്ന അത്ഭുതകരമായ കാഴ്ച. നോമ്പ് തുറക്കുന്ന അവസരത്തിൽ വാരി വലിച്ച് ഭക്ഷണം കഴിക്കാത്തതിൻ്റെ പേരിൽ അവർക്കാർക്കും ക്ഷീണം അനുഭവപ്പെടാറില്ല. ഇരു ഹറമുകളിൽ റമദാൻ മാസത്തിൽ സംബന്ധിച്ച ആളുകൾക്കറിയാം, ലളിതമായ നിലക്കുള്ള നോമ്പ് തുറ നമുക്കവിടെ കാണാൻ കഴിയുകയാണ്. അതുകൊണ്ട് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നോമ്പ് തുറ ലളിതമാക്കാൻ ശ്രമിക്കുക എന്നതാണ്. രണ്ടാമതായി, നോമ്പ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ്റെ ചര്യ, അവിടുന്ന് നോമ്പ് തുറക്ക് ധൃതി കാണിക്കുമായിരുന്നു. നോമ്പ് തുറക്ക് ധൃതി കാണിക്കുക എന്ന് പറഞ്ഞാൽ അസറിന് തന്നെ നോമ്പ് തുറക്കണം എന്നല്ല ആ പറഞ്ഞതിൻ്റെ അർത്ഥം.
മറിച്ച് സമയമായാൽ പിന്നെയും പിന്തിപ്പിക്കരുത്. ചില ആളുകളെ നമുക്ക് കാണാൻ കഴിയും, ബാങ്ക് കൊടുത്താലും സൂക്ഷ്മതയാണെന്ന് പറഞ്ഞ് ബാങ്ക് വിളിച്ച് കഴിയുന്നത് വരെ അവർ കാത്തിരിക്കുന്ന ആളുകൾ. ചില മുഅദ്ദിനുകളുണ്ട്, ബാങ്ക് വിളിക്കുന്ന ആളുകൾ, അവർ സമയമായാലും പിന്നെയും വൈകിപ്പിച്ച് ബാങ്ക് വിളിക്കുന്ന സമ്പ്രദായം. അതൊന്നും പ്രവാചകചര്യയല്ല. ജനങ്ങൾ നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുന്ന കാലമത്രയും അവർ നന്മയിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ രണ്ടാമതായി മനസ്സിലാക്കേണ്ടത് നോമ്പ് തുറക്കുമ്പോൾ ധൃതി കാണിക്കുക എന്നതാണ്. മൂന്നാമതായി മനസ്സിലാക്കേണ്ടത് നോമ്പുകാരൻ്റെ പ്രാർത്ഥനയാണ്. നോമ്പുകാരൻ്റെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകമായ പരിഗണനയുണ്ട്. പ്രത്യേകിച്ച് നോമ്പ് തുറക്കുന്ന സന്ദർഭത്തിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലിസ്വാഇമി ഇൻദ ഫിത്രിഹി ലദഅവ. നോമ്പുകാരൻ നോമ്പ് തുറക്കുന്ന സമയത്ത് അവനൊരു പ്രാർത്ഥനയുണ്ട്, ലാ തുറദ്, അതൊരിക്കലും തിരസ്കരിക്കപ്പെടുകയില്ല. മഹാനായ ഇബ്നു മാജ റഹിമഹുല്ല തൻ്റെ സുനനിൽ രേഖപ്പെടുത്തിയ ഹദീസാണ്. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് പ്രാർത്ഥനാ നിർഭരമായ മനസ്സായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. പക്ഷേ പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ പലരും അശ്രദ്ധരാണ്. നോമ്പ് തുറക്കുന്ന വിഭവങ്ങളുടെ കോപ്പുകൂട്ടലുകൾക്ക് വേണ്ടി സമയം ചിലവഴിക്കുകയും അതിനിടയിൽ പ്രാർത്ഥന വിസ്മരിക്കുകയും അങ്ങനെ തിരക്ക് പിടിച്ച ഒരു നോമ്പ് തുറയാണ് പലപ്പോഴും പലരിലും നമുക്ക് കാണാൻ സാധിക്കാറുള്ളത്. മാറ്റമുണ്ടാകണം. ആ നോമ്പ് തുറക്കുന്ന സാഹചര്യത്തിലുള്ള പ്രാർത്ഥനയ്ക്ക് നമ്മൾ പ്രാധാന്യം കാണേണ്ടതുണ്ട്. റമദാൻ മാസത്തിൻ്റെ പകലിലൊക്കെ നോമ്പുകാരനായിരിക്കുമ്പോഴൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. നോമ്പ് തുറന്നു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രത്യേക പ്രാർത്ഥന ഹദീസുകളിൽ സ്ഥിരപ്പെട്ടത് നമുക്ക് കാണാൻ കഴിയും. അതേതാണ്? ദഹബദ്ദമഉ വബ്തല്ലത്തിൽ ഉറൂഖു വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ് എന്നായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്. ദഹബദ്ദമഉ, ദാഹം പോയി, വബ്തല്ലത്തിൽ ഉറൂഖു, നാഡി നരമ്പുകളെല്ലാം നനഞ്ഞു, വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ പ്രതിഫലം സ്ഥിരപ്പെടുകയും ചെയ്തു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. ഇത് യഥാർത്ഥത്തിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, ഒരു പ്രഖ്യാപനമാണ്. ഇത് നോമ്പ് തുറന്നു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ പറഞ്ഞിരുന്ന ഒരു ദിക്റാണ്. ഇത് നമ്മൾ പഠിക്കുക. എന്നാൽ ഇന്ന് ചില ആളുകൾ പറയുന്ന നോമ്പ് തുറക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്ന ഒരു ദിക്റുണ്ട്. പല ആളുകളും പറയാറുണ്ട്. അതെന്താ? അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു എന്ന് പറയുന്ന ഒരു ദിക്ർ. യഥാർത്ഥത്തിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നതല്ല. അത് ദുർബലമായ റിപ്പോർട്ടാണ്. എന്നാൽ സ്ഥിരപ്പെട്ടു വന്നത് ദഹബദ്ദമഉ വബ്തല്ലത്തുൽ ഉറൂഖു വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ് എന്ന ദിക്റാണ്. അതുകൊണ്ട് നോമ്പ് തുറക്കാൻ വേണ്ടി നമ്മളിരിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ പ്രത്യേകമായും മനസ്സിലാക്കേണ്ട നമ്മുടെ പ്രവാചകൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളാണ് നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത്. നമ്മുടെ നോമ്പുകാലത്ത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ഈ ചര്യകളെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുക. നോമ്പ് ലളിതമാക്കുക, ഭക്ഷണക്രമങ്ങൾ ലളിതമാക്കുക, ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ ജീവിതത്തിൽ പകർത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.